ശ്രീകൃഷ്ണകുമാർ, ഇന്നിപ്പോൾ താങ്കളെ കൂടുതലായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്ത് ആഘോഷിക്കുന്നത് താങ്കളുടെ ഭാര്യയുടെ യൂട്യൂബ് വീഡിയോയിലൂടെ പറഞ്ഞൊരു വാചകമാണ്. അതായത് ഈ എൻ്റെ വാതിലൊന്നും വന്ന് ചുമ്മാ മുട്ടരുതേ, ഓരോ കമ്മീഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് എന്ന് ആ വ്ലോഗ് എടുക്കുമ്പോൾ താങ്കൾ മനഃപൂർവ്വം അത് ചർച്ചയാകണം എന്ന് കരുതി തന്നെ പറഞ്ഞതാണോ? അല്ല, ഞാനത് വളരെയധികം പറഞ്ഞിരുന്നത്. ആക്ച്വലി പറഞ്ഞത് ഏകദേശം 8-9 മിനിറ്റ് ഉണ്ടായിരുന്നു അതിനെ എഡിറ്റ് ചെയ്തത്. അതിനകത്തൊരു വിഷയം പറഞ്ഞുതരാം. ഈ കമ്മിറ്റി റിപ്പോർട്ട് നല്ല റിപ്പോർട്ടാണ്. പക്ഷേ എനിക്കിന്ന് പ്രായം 56. വളരെയധികം കാലത്തോളമായി നമ്മൾ പല വിഷയങ്ങൾ നാട്ടിലുണ്ടാകുമ്പോൾ ഓരോ കമ്മിറ്റികൾ പഠന റിപ്പോർട്ട്, വിദേശ പര്യടനം നടത്തുന്നു, ഈ കാര്യങ്ങൾ പഠിക്കാൻ എന്നൊക്കെ പറയും. ഒരിക്കലും ഒരു നടപടി ഉണ്ടായി കണ്ടിട്ടില്ല, ഒരു ശിക്ഷയിലോട്ടും പോയിട്ടില്ല. അതുകൊണ്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് നാളെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് പോവും. ഇതെല്ലാം ഒരു തമാശയായി കാണുകയാണ്, തമാശയായി മാറുക തന്നെ ചെയ്യും. ഇത് കുറച്ച് ദിവസത്തേക്ക് മാത്രം നിൽക്കുന്ന ഒരു സംഭവമായിട്ട് പോകുന്നു. ഈ സമയത്ത് ആക്ച്വലി പറഞ്ഞാൽ കേരളം ഒന്നാകെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി മുമ്പ് ആരും കൊടുത്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഇത്രയും വിശദമായി പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവിടെ രാഷ്ട്രീയവും മതവും മറ്റും നോക്കാതെ ഒന്നിച്ചു നിൽക്കണം സിനിമാ പ്രവർത്തകരും സർക്കാരിനകത്ത് ബന്ധപ്പെട്ടവർ. കാരണം ഇന്നത്തെ സർക്കാരിന് നടപടിയെടുക്കാൻ കഴിയും. കാരണം ഇത്രയും ബഹുഭൂരിപക്ഷത്തോടെ ഇരിക്കുന്ന സർക്കാരാണ്. മറ്റ് കക്ഷികളൊന്നും ഭയക്കേണ്ട കാര്യമില്ല, നടപടി എടുക്കാൻ പറ്റും. പക്ഷേ ഈ നടപടി വൈകുകയോ അല്ലെങ്കിൽ എടുക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ സംശയത്തിൽ നിൽക്കുകയാണ്. ആരൊക്കെയോ ഇതിനകത്തുണ്ടെന്നുള്ളൊരു വലിയ സംശയം നമുക്ക് നിലനിൽക്കുകയാണ്. ശ്രീകൃഷ്ണകുമാർ, താങ്കളുടെ മകൾ സ്വാഭാവികമായി അഭിനയിക്കുന്നത് പ്രശംസ കിട്ടിയിട്ടുള്ള ഒരു നടിയാണ്. അവർക്ക് പക്ഷേ ആ രീതിയിൽ അവർ അർഹിക്കുന്ന രീതിയിലുള്ള അവസരങ്ങളിലേക്ക് പോകാൻ കഴിയാത്തത് ഇതുപോലെയുള്ള ചില കുൽസിത പ്രവൃത്തികളൊക്കെ അണിയറയിൽ നടക്കുന്നത് കൊണ്ടാണ്. ആവാതിരിക്കാം. കാരണം ഞാൻ മക്കളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതം കണ്ടു വളർന്നവരാണ് എൻ്റെ മക്കൾ. ഞാൻ സിനിമയിൽ അങ്ങനെ വലിയൊരു സ്ഥാനം വഹിച്ച ഒരാളല്ല. ഞാനൊരു സ്ട്രഗളറായിരുന്നു സിനിമയിൽ. അപ്പോൾ ഞാൻ മക്കളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കും, ഒരു കാര്യത്തിൽ മാത്രമായിട്ട് നിൽക്കരുത്, നിങ്ങൾ വേറെ വഴികൾ ആലോചിച്ചണം. അപ്പോൾ മക്കളെ എല്ലാവരും നല്ലപോലെ പഠിപ്പിക്കാൻ കഴിഞ്ഞു. അന്ന് ഈ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് മൂത്ത മകൾ അവളെടുത്തത് വിസ്കോമിൽ PG വരെ എടുത്തതാണ്. അപ്പോൾ അവൾ ഫോക്കസ് ചെയ്തത് എഡിറ്റിങ്ങും ഡയറക്ഷനും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി, അവർ സോഷ്യൽ മീഡിയ രംഗത്ത് പോയി. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ എപ്പോഴും ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഇവിടെ വരുമ്പോൾ പണം സമ്പാദിക്കണം, പേര് സമ്പാദിക്കണം, എല്ലാ ആഗ്രഹങ്ങളും ഉള്ളവരാണ്. ഇത് ഇവിടെ വന്നിട്ട് വേറെ ജോലിക്ക് പോകാൻ പറ്റാതെ വരും. ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടെന്തോ അല്ലെങ്കിൽ മക്കൾ ഇതിനുവേണ്ടി ശ്രമിച്ചത് കൊണ്ടോ ഇവർ 4 പേരും പതുക്കെ സോഷ്യൽ മീഡിയയിലോട്ട് പോയി. അവരതിനകത്ത് ജോലി കൃത്യമായി എടുത്ത് വരുമാനം ഉണ്ടാക്കുന്നു, പേരും ഉണ്ടാക്കുന്നു. അപ്പോൾ സിനിമ ഇഷ്ടമല്ലെന്നല്ല, സിനിമ വളരെയധികം ഇഷ്ടമാണ്, സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ട്. പിന്നെ സിനിമയിൽ വിളിക്കാത്തപ്പോൾ അങ്ങോട്ട് പോയി കിടന്ന് എന്നെ എടുക്കണേ എന്ന് പറയാൻ പോകുന്നിടത്ത് വലിയ വിഷയങ്ങൾ നടക്കും. അത് എനിക്ക് മറ്റുള്ളവരുടെ മാതാപിതാക്കൾക്കൊക്കെ എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ മക്കളെ ഒരു സിനിമയിൽ എത്തിക്കണം, എങ്ങനെയെങ്കിലും എൻ്റെ മകളെയോ അല്ല മകനെ നായികയാക്കണം എന്ന് പറഞ്ഞ് എന്തിനും തയ്യാറായി ഇറങ്ങരുത്. എന്നാൽ റിപ്പോർട്ടിനകത്ത് പലപ്പോഴും മാതാപിതാക്കളെ പറ്റി നിശ്ചിതമായി വിമർശിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലൊക്കെ നമ്മൾ എല്ലാ മേഖലയിലുണ്ട്. അതായത് അത് തന്നാൽ ഇത് തരാമെന്ന് പറഞ്ഞാണ് ഇവിടെ നടക്കുന്ന ഈ ഒരു കച്ചവടം, ഈ കൊടുക്കൽ വാങ്ങൽ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു, മറ്റേത് കിട്ടാതെ വരുമ്പോഴാണ് ഈ പരാതിക്ക് പോകുന്നത്. അത് മിണ്ടാതിരിക്കുന്നു ഇവർ പലരും, കുറച്ചുപേർ മിണ്ടി. അതുകൊണ്ടാണ് ഇതൊക്കെ വെളി വരുന്നത്. ഈ കൊടുക്കൽ വാങ്ങൽ ഇവിടെ കുറേ കാലമായിട്ടുണ്ട്. ഇത് പണ്ടും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. ഇന്ന് ഇതിൻ്റെ പുറത്തൊരു നടപടി എടുത്തില്ലെങ്കിൽ നാളെയും ഇതൊക്കെ ഇവിടെ ഉണ്ടാകും. ശ്രീകൃഷ്ണകുമാർ, നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക്കായി സംസാരിക്കാം. താങ്കൾക്ക് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അറിയാമെന്ന് എനിക്കറിയാം. ഇതിൻ്റെ ഉള്ളടക്കത്തിൽ സ്ത്രീകൾ എന്ന് മാത്രമല്ല പെൺകുട്ടികൾ എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് 18 വയസ്സിന് താഴെയുള്ള പോക്സോ കേസ് എടുക്കാവുന്ന സംഭവങ്ങൾ വരെ ഈ ഒരു സെക്ഷൽ ഡിമാൻഡ്സിൻ്റെ പേരിൽ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പലരും മൊഴി കൊടുത്തിട്ടുമുണ്ട്. ആ മൊഴിപ്പകർപ്പ് അടക്കമുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹേമ കമ്മിറ്റി സർക്കാരിന് കൊടുത്ത് സർക്കാരിൻ്റെ കയ്യിലുള്ളത്. അതിലിപ്പോൾ കോടതിക്ക് വിളിച്ചു വരുത്തി പൂർണ്ണമായും ഞങ്ങൾ പരിശോധിച്ചിട്ട് പറഞ്ഞു തരാം എന്ന് സർക്കാരിനോട് പറയേണ്ട ഒരു ദയനീയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. സർക്കാർ ഇതിന്മേൽ അനങ്ങാതിരുന്നത് ഈ സോകോൾഡ് പവർ ഗ്രൂപ്പിനെ സംരക്ഷിക്കാനാണോ? 10-15 പേരുള്ള പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് 1-2 പേരല്ല മൊഴി നൽകിയിരിക്കുന്നത്. 50-ലധികം പേർ പോയതിൽ ഒട്ടുമുക്കാലും ആളുകൾ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ഈ കമ്മിറ്റി തന്നെ എഴുതി വച്ചിരിക്കുന്നു. സർക്കാർ നിയോഗിച്ചത് പഠനത്തിനാണ്. പഠിച്ച് കണ്ടെത്തിയിരിക്കുന്ന റിപ്പോർട്ടിൽ പവർ ഗ്രൂപ്പ് അവർ നിയന്ത്രിക്കുന്നു. അവർക്ക് വേണ്ടത് ലൈംഗികതയാണ്. ആ ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നവർക്കാണ് അവസരങ്ങൾ കൊടുക്കാനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഉയർത്തിക്കൊണ്ടുവരാനോ ആളുകൾ ഉള്ളത് എന്നത് ഈ റിപ്പോർട്ടിന്റെ ഫൈൻഡിംഗ് ആണ്. അല്ല, ജനങ്ങളും നമ്മളും എല്ലാവരും ഇങ്ങനെ സംശയിച്ചാൽ എന്താ തെറ്റ്? കാരണം വെച്ച് കഴിഞ്ഞാൽ കൃത്യമായത് എഴുതിയിരിക്കുന്നു. ഇതിനെതിരെ നടപടി എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ വഴിയെ പോകുന്നതിനൊക്കെ സ്വമേധയാ കേസെടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അറ്റ്ലീസ്റ്റ് കോടതി ഇത്രയെങ്കിലും പ്രതികരിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് എന്താണ്, ആരെയും സംരക്ഷിക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ശരിയായ നടപടി എടുക്കാൻ ഒരു ഇച്ഛാശക്തി ഇന്നുണ്ടെങ്കിൽ ഇത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എടുക്കാതിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും സംശയിച്ചാൽ ആരെ തെറ്റ് പറയാൻ പറ്റും? ഇതാരെയാണ് സംരക്ഷിക്കാൻ പോകുന്നത്?
കാരണം ഇവിടെ സംരക്ഷിച്ചുകൊണ്ട് എന്താണ് നേട്ടം വരാൻ പോകുന്നത്? ഞാൻ പറയും, ഇത്തരം ചില കാര്യങ്ങളിൽ ദയവ് ചെയ്ത് രാഷ്ട്രീയം നോക്കാതിരിക്കുക, മതം, ജാതി, മറ്റു കാര്യങ്ങൾ നോക്കാതിരിക്കുക. കാരണം ഇത് സമൂഹത്തിൽ തന്നെ എന്തൊരു അപമാനമാണ് ഉണ്ടാക്കുന്നത് അറിയോ? ഇപ്പോൾ നമ്മളൊക്കെ പോകുമ്പോൾ വഴിയിൽ ആൾക്കാരിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ പിന്നെ ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കട്ടെ. ഞാൻ പറയാം, ഇന്നേ വരെ എൻ്റെ റൂമിൽ ഞാൻ ആരും വന്നിട്ടുമില്ല, ഞാനൊരു റൂമിൽ പോയി തട്ടിയിട്ടുമില്ല. ഞാൻ നല്ലവെന്നൊന്നുമല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ ഇവിടെ വ്യാപകമായി ഇത് നടക്കുന്നുണ്ട്, വ്യാപകമായി നടന്നിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികൾ, അതായത് കുട്ടികളെ പോലും, അതായത് പോസ്കോ കേസിൽ ഒരു ഉൾപ്പെടുന്ന കേസാണ് സംഭവം. ഇതൊക്കെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? കാരണം ഇത് മൃഗങ്ങളാണ്, ഇതിനകത്ത് കുറേ എണ്ണം മൃഗങ്ങളാണ്. ഇതൊക്കെ എന്തെങ്കിലും അതിശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ഇത് വീണ്ടും 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 ഞാൻ പറയുന്നു. ഇപ്പോൾ ശ്രീ സിദ്ദീഖ് അദ്ദേഹം പറയുന്നത് എനിക്ക് സിദ്ദീഖിനോടൊക്കെ പൂർണ്ണ ബഹുമാനമാണ്. പക്ഷേ അമ്മ ഇതിനൊരു മുൻകൈ എടുക്കണം. ഇത് അമ്മയ്ക്കെതിരെ ഒന്നും അല്ല വന്നിരിക്കുന്നത്. ഈ നടീനടന്മാരുടെ സമൂഹത്തിനെതിരെ, അതിൻ്റെ സമൂഹത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. അതിൻ്റെ നമ്മുടെ സംഘടനയാണ് അമ്മ. അപ്പോൾ കുറച്ചുകൂടി ശക്തമായ നടപടി എടുക്കുക തന്നെ വേണം. ഇതിനെതിരെ ആരും ഒന്നും നോക്കരുത്. ഏറ്റവും ഉന്നതങ്ങളിൽ നിൽക്കുന്നവർ പ്രതികരിക്കണം. ഇപ്പോൾ എനിക്കറിയാം, ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നാളെ പോരിഞ്ഞ തെറിയായിരിക്കും വരാൻ പോകുന്നത് എനിക്കറിയാം. വേണമെങ്കിൽ ഒരു 10 കേസ് എനിക്കെതിരെ എടുത്തിടും. ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ എൻ്റെ മുറി വന്ന് തട്ടിയിട്ടുണ്ടെന്ന് പറയും. ദൈവാനി അടുത്ത കാലത്തൊന്നും സിനിമയില്ലാത്തതുകൊണ്ട് അങ്ങനെ വരാൻ സാധ്യതയില്ല. അതുവരെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിൽ വേണോ പ്രതികരിക്കും പലരും. പക്ഷെ ഇത് ഒരു കാര്യമുണ്ട്, മൃഗീയമായ ചില സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിനെതിരെ നടപടിയൊന്നും എടുത്തില്ലെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇതെല്ലാം ഒരു തമാശയായി മാറും. ചിലപ്പോൾ 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിയുമ്പോൾ തന്നെ.